എത്താം. ഇപ്പോൾ ബ്രിഗേഡിയർ മോഹനൻ പിള്ള നമുക്കൊപ്പം ചേർന്നു. ശ്രീ മോഹനൻ പിള്ള, അർജുനായുള്ള തിരച്ചിൽ നമ്മൾ 13ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഓരോ ദിവസവും അർജുനെ കണ്ടെത്താൻ സാധിച്ചില്ല നിരാശ അത് നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. ഇന്നെങ്കിലും നമുക്ക് അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണല്ലേ? ഇന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് കിട്ടണം എന്നുള്ള രീതിയിലാണ്. അതായത് അർജുന്റെ ഫാമിലിയില് ഒരു ഈശ്വരന്റെ മാതിരി ഒരു ഈശ്വരമൽപ്പ വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. കാരണം ഈശ്വരമൽപ്പയുടെ ഇന്റർവ്യൂവും അതുപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാണുമ്പോൾ അത് പുള്ളി തന്റെ പരിശ്രമത്തിൽ നിന്ന് പിറകോട്ട് മാറില്ല എന്നുള്ള ഒരു ധാരണയാണ് നമുക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മേ ബി റോങ് ബട്ട് വിഷ്വലൈസ് ചെയ്യുന്നത് ഈ കണ്ടിന്യൂസ് ഡൈവിങ്ങിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ ഏതെങ്കിലും ഒരു ബോഡി ട്രക്കിന്റെ ഭാഗം എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും ഈശ്വരമൽപ്പയ്ക്ക് വീണ്ടും ഫർദർ ഡൈവ് ചെയ്ത് എന്തെങ്കിലും ഒരു ഹുക്കിട്ട് എടുക്കാൻ എന്നുള്ളതാണ്. ഇതുവരെ ഒരു ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈശ്വരമൽപ്പയ്ക്ക് കംപ്ലീറ്റ് സപ്പോർട്ടുമായിട്ട് നേവി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വരമൽപ്പയ്ക്ക് കോൺഫിഡൻസ്, മൽപ്പയുടെ ടീമിനുള്ള കോൺഫിഡൻസ് വർദ്ധിക്കും. കാരണം അങ്ങേര് ഡൈവ് ചെയ്യുമ്പോൾ അഥവാ എന്തെങ്കിലും ആകസ്മികമായി ഒഴുകി പോവുകയോ അതുപോലെ കറണ്ടിൽ ഇത് ചെയ്യുമ്പോൾ റെസ്ക്യൂ ചെയ്യാനായിട്ട് നേവിയുടെ എല്ലാ സന്നാഹങ്ങളും അവിടെ ഉള്ളപ്പോൾ മനസ്സ് തുറന്ന് കോൺഫിഡൻസോടുകൂടി തന്റെ ദൗത്യം നിർവഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കുക. അവിടെ എല്ലാ രീതിയിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളത് കൊണ്ട് അതൊരു 80% മൽപ്പയ്ക്കുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഈശ്വരമൽപ്പയുടെ ടീമിന്, അതായത് നമുക്കിനിയും ചെയ്യാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. കാരണം അത് ഡൈവ് ചെയ്ത് ടാർഗറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇടപെട്ട് ചോദിക്കുകയാണ്, താങ്കൾ ക്ഷമിക്കണം. അദ്ദേഹം അല്പം മുൻപ് നിങ്ങൾ മാൽപ്പയുടെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ സ്വന്തം റിസ്കിലാണ് ഞാൻ ഇറങ്ങുന്നത് എന്ന്. അത് വലിയ ആത്മവിശ്വാസമല്ലല്ലോ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നത്. കാരണം സൈന്യമടക്കം അദ്ദേഹത്തോട് പറയുന്നു സ്വന്തം റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ, സ്വന്തം റിസ്കിൽ അദ്ദേഹം ഇറങ്ങി എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്, സംഘത്തിനെ സംബന്ധിച്ച്? അത് തീർച്ചയായിട്ടും ആ ഒരു റിസ്ക് എടുത്താണല്ലോ അവർ വന്നത്. അവർ ആ സ്വന്തം റിസ്കിലാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നേവി ഡൈവ് ചെയ്യാത്തത്, ബിക്കോസ് ഓഫ് ദി റിസ്ക് ഫാക്ടർ. അപ്പം ആ റിസ്കിനെ ഓവർകം ചെയ്തിട്ട് അവർക്കും ഈ നേവൽ ടീമിലും ആ കൂട്ടത്തിലുള്ള ആൾക്കാർ കാണും. പക്ഷെ വൺസ് ഇൻ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം സർവീസിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് 3 നോട്ടിൽ കൂടുതലുള്ള കറണ്ടിൽ അവരുടെ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആയിരിക്കാം അതിൽ ഡൈവ് ചെയ്യരുത് എന്നൊരു റൂള് കാണും. അപ്പോൾ തീർച്ചയായിട്ടും ആ റൂള് ഓവർകം ചെയ്ത് അതിലോട്ട് നേവി ഒരു സ്റ്റെപ്പ് എടുക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഫ്ലോ കുറയുക, അണ്ടർ കറണ്ട് എന്നുള്ള ഒരു ടൈമിലോട്ട് നേവി എത്തിയിരിക്കുന്നത്. പക്ഷെ മൽപ്പയെ സംബന്ധിച്ചിടത്തോളം അതല്ല. വെള്ളത്തിന്റെ മകനായിട്ട് തന്നെ ജനിച്ച് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പ്രാദേശികമായിട്ടും. അത് കൂടുതലും ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസ് പോവുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മൽപ്പയ്ക്ക് ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുപോലെ ഈശ്വരമൽപ്പ ഒറ്റയ്ക്കല്ല, ഈശ്വരമൽപ്പയോടൊപ്പം ഒരു ടീമും ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പം പല രീതിയിൽ നേവൽ സപ്പോർട്ടോടും ഇതുവരെയുള്ള ടാർഗറ്റ് ഐഡന്റിഫിക്കേഷനും ഇതുവരെയുള്ള അവിടുത്തെ സാഹചര്യവും ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു ഐഡിയ ഇപ്പം അവിടെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവാം, എവിടെയാണ് കൂടുതൽ ഡെപ്ത്. അങ്ങനെയുള്ള ഇനിഷ്യൽ ബ്രീഫിങ്സ്, പ്രാഥമികമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ നേവിക്ക് കൊടുക്കാൻ പറ്റും. അവർ എവിടെയൊക്കെയാണ് ഈ പ്രശ്നം കൂടുതലുള്ളത്. ഇത്രയും സെർച്ച് നടന്ന സമയത്ത് തീർച്ചയായിട്ടും അടിയൊഴുക്ക് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്നും അങ്ങനെയുള്ള എല്ലാവിധ ബ്രീഫിംഗ് കൊടുക്കുകയും അതുപോലെ തന്നെ അവരൊരു സുരക്ഷാ കവചം ഒരുക്കാൻ പറ്റും നേവിക്ക്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ സുരക്ഷാ കവചം ഉള്ളത് കൊണ്ട് കോൺഫിഡൻസ് കൂടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. അപ്പോൾ തീർച്ചയായിട്ടും മൽപ്പയുടെ ഈശ്വരമൽപ്പ തന്റെ കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് ഫിസിക്കൽ സെർച്ച് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മെഷീനറി കൊണ്ടുള്ള ഒന്നും നടക്കില്ല, ഡ്രഡ്ജർ അല്ലാതെ. അപ്പം തീർച്ചയായിട്ടും ഫിസിക്കൽ സെർച്ച് എന്ന് പറഞ്ഞാൽ ഡൈവ് ചെയ്ത് പോയി
ഫിസിക്കലായി ഐഡന്റിഫൈ ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇപ്പോൾ ശിരൂര് പോസിബിൾ ആയിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഡോക്ടർ മോഹനൻ പിള്ള ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, വ്യക്തമായ വിവരങ്ങൾ പങ്കുവച്ചതിന്. എന്തായാലും ശിരൂരിൽ ദൗത്യം തുടരുകയാണ് അർജുനായിട്ടുള്ള ഈശ്വർ മാൽപ്പയുടെ സംഘം. അല്പസമയത്തിനകം ഗംഗാവലി പുഴയിൽ ഇറങ്ങും. ആ അടിയൊഴുക്കിനെ വകവയ്ക്കാതെ അദ്ദേഹത്തിന് അർജുൻ ലോറിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ അർജുന്റെ കുടുംബത്തിന് മുൻപിൽ, ലോകത്തുള്ള മലയാളികൾക്ക് മുഴുവൻ മുൻപിൽ ഈശ്വർ മാൽപ്പ അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ ഈശ്വരനായി അവതരിക്കട്ടെ, അദ്ദേഹത്തിന് സാധിക്കട്ടെ അർജുനിലേക്ക് എത്താൻ. എന്തായാലും ഇന്നലത്തെ തിരച്ചിലിൽ ചെളിയും പാറയും മാത്രമാണ് അവിടെ കണ്ടെത്താനായതെന്ന് അദ്ദേഹം പറയുന്നു. സ്വന്തം റിസ്കിലാണ് താൻ ഇറങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ കാര്യം, ഇത്രമാത്രം വലിയൊരു അടിയൊഴുക്കിനെ താൻ ഇതുവരെ അതിജീവിച്ചിട്ടില്ല. കാരണം ഇത്രമാത്രം വലിയൊരു അടിയൊഴുക്കിൽ ഇറങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനു മുൻപ് ആയിരക്കണക്കിന് ആളുകളെ തനിക്ക് ഇത്തരം പുഴയിൽ ഇറങ്ങി രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു അടിയൊഴുക്കിനെ നേരിടുന്നത്.